ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കണ്ടെത്തലുകളുടെ വിസ്മയം സൃഷ്ടിച്ച 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 2ാം ദിവസം പിന്നിട്ടു. കൗമാര ശാസ്ത്ര വിസ്മയം നാളെ സമാപിക്കും. കുട്ടിച്ചിന്തകളിൽ ഉയർന്ന കിടിലനാശയങ്ങളുടെ ആഘോഷമായ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 2ാം ദിവസം പിന്നിടുമ്പോൾ 545 പോയിന്റോടെ വേങ്ങര സബ് ജില്ല 1ാം സ്ഥാനത്തും 500 പോയിന്റോടെ കൊണ്ടോട്ടി സബ് ജില്ല 2ാം സ്ഥാനത്തും 494 പോയിന്റോടെ തിരൂർ സബ് ജില്ല 3ാം സ്ഥാനത്തുമാണ്. സ്കൂൾ തലത്തിൽ 189 പോയിന്റോടെ അടക്കാക്കുണ്ട് CHSS 1ാം സ്ഥാനത്തും 184 പോയിന്റോടെ കൊട്ടുകര PPM HSS 2ാം സ്ഥാനത്തും 180 പോയിന്റോടെ ആലത്തിയൂർ KHM HSS 3ാം സ്ഥാനത്തുമുണ്ട്. 2ാം ദിവസമായ ഇന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ഇംപ്രൊവൈസിംഗ് എക്സ്പെരിമെന്റ്സ്, റിസർച്ച് ടൈപ്പ് പ്രൊജക്ട്, ടീച്ചിംഗ് എയ്ഡ്, ടീച്ചർ പ്രൊജക്ട്, ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്ട്, റോബോട്ടിക്സ് മേഖലകളിൽ മത്സരങ്ങൾ നടന്നു. കൂടാതെ ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, IT മേള എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടന്നു. ഇതിന്റെ ഭാഗമായി നടന്ന കുറ്റിപ്പുറം റീജിയണൽ BHSC സ്കിൽ ഫെസ്റ്റ് സമാപിച്ചു. 34 പോയിന്റുമായി ചാപ്പരങ്ങാടി PMSA VHSC ചാമ്പ്യന്മാരായി. 33 പോയിന്റുമായി പുല്ലാനൂർ GVHSS 2ാം സ്ഥാനവും 30 പോയിന്റോടെ അലനല്ലൂർ GVHSS 3ാം സ്ഥാനവും നേടി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം സ്കൂൾ മാനേജർ K ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. അവസാന ദിവസമായ വെള്ളിയാഴ്ച പ്രവൃത്തി പരിചയമേളയാണ് നടക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 8 പുതിയ ഇനങ്ങൾ ഉൾപ്പെടെ 35 ഇനങ്ങളാണ് ഈ വർഷം മേളയ്ക്കെത്തുന്നത്. 2380 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തത്സമയ നിർമ്മാണ മത്സരമാണ് കുട്ടികളുടെ കരവിരുതിൽ ഒരുങ്ങുക. വൈകിട്ട് 3:30 മുതൽ പൊതുജനങ്ങൾക്ക് കുട്ടികളുടെ നിർമ്മാണ വസ്തുക്കൾ കാണുന്നതിന് സൗകര്യവും ഉണ്ടായിരിക്കും. ശാസ്ത്രോത്സവത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന മേളയാകും അവസാന ദിവസം നടക്കുന്ന പ്രവൃത്തി പരിചയമേള. സംസ്ഥാന മേളയ്ക്ക് നടത്തുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം സ്ഥല സൗകര്യം ഉള്ളത് കാരണം ധാരാളം നമുക്ക് ആർക്കും ഒരു പ്രയാസം അനുഭവപ്പെടുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ പ്രധാനമായിട്ടും ഒരു മേള എന്ന് പറയുമ്പോൾ പ്രോഗ്രാം, ഫുഡ്, അതുപോലെ അക്കോമഡേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇതാണ് മെയിനായിട്ടും മേളകളുടെ പ്രധാന കമ്മിറ്റികൾ ഒരുക്കേണ്ട സൗകര്യങ്ങൾ. ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുവാൻ വേണ്ടി ആ കമ്മിറ്റികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരവും വളരെ ആഹ്ലാദകരവുമായിട്ടുള്ള ഒരു കാര്യം. സ്റ്റേറ്റിലാകെ 14 ജില്ലകളേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജില്ലയിൽ 17 ഉപജില്ലകളുടെ ഒരു മേളയാണ് നടക്കുന്നത്. അധ്യാപക സംഘടനകൾ ഇതിൻ്റെ ഓരോ വിഭാഗങ്ങളും തരം തിരിച്ചെടുത്ത് അതിൽ ഫുഡാണെങ്കിലും നേരത്തെ സാറ് പറഞ്ഞ പോലെ അവരുടെ മികവാണ് ഈ മേളയുടെ ഈ നല്ല രീതിയിൽ നടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ സ്കൂളിൻ്റെ ഒരു ജോഗ്രഫി വെച്ചിട്ട് കുറച്ച് ഉൾപ്രദേശമാണ് എന്നുള്ള ഒരു കാരണം വെച്ചിട്ട് ആളുകൾ പൊതുവെ അങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടും മറ്റും ഊഹങ്ങളിലൂടെ നമ്മളെ സ്കൂൾ തഴയപ്പെടലായിരുന്നു സാധാരണ. ഈ വർഷം നമ്മൾ റഫീഖ് സാർ, DD സാറ് നമുക്ക് അതിനുള്ളൊരു അവസരം തന്ന അന്ന് മുതൽ, തീരുമാനമായ അന്ന് മുതൽ ഞങ്ങളെ സ്കൂളിലെ മാനേജറുടെ നേതൃത്വത്തിൽ മാനേജർ, പ്രിൻസിപ്പൽ, HM, അധ്യാപക സംഘടനകൾ, കുട്ടികളെല്ലാവരും DD ഓഫീസിൽ നടക്കുന്ന ഒരുക്കങ്ങളെക്കാൾ കൂടുതൽ കോട്ടൂർ സ്കൂളിൽ ഒരുക്കങ്ങൾ നടത്തി. തുടർന്ന് വൈകിട്ട് സബ് കളക്ടർ ദിലീപ് കൈനിക്കര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മാന വിതരണവും ചടങ്ങിൽ നടക്കും. നഗരസഭാ കൗൺസിലറും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ T കബീർ അധ്യക്ഷത വഹിക്കും. അതോടെ 3 ദിവസം നീണ്ടുനിന്ന ശാസ്ത്രോത്സവത്തിന് സമാപനമാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.